എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പിങ്കി എങ്ങനെയെങ്കിലും നന്ദമോനെ റൂമിൽ നിന്ന് ഇറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അന്നേരം നന്ദമോൻ ഒട്ടും സമ്മതിക്കുന്നില്ല. പിന്നെ അതിനുശേഷം പിങ്കി പറയുന്നുണ്ട്, അച്ഛൻ ഒരു മോളെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്, അവരിവിടേക്ക് എത്തും എന്ന് പറയുമ്പോഴത്തേക്കും എങ്കിൽ ഞാൻ തുറക്കാമെന്ന് പറഞ്ഞ് വാതിൽ തുറക്കുകയാണ്. ഇനി പപ്പ വിളിച്ചാൽ അവർ വന്നില്ലെങ്കിലോ, അതുകൊണ്ട് പപ്പ ഇവിടെ നിന്നും പോയിട്ടുണ്ട് ഗൗരിമോളെയും ഡോക്ടർ ആൻറ്റിയും വിളിക്കാനായിട്ട്. അതുകൊണ്ട് അമ്മ ഫോണും കൊണ്ടാണ് വന്നിരിക്കുന്നത്. മോനും കൂടെ ഒന്ന് വിളിച്ച് ചോദിക്ക് അവർ വരുമോ എന്ന്. എന്നിട്ട് ഡോക്ടർ ആൻറ്റിയോട് മോനും കൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യും ഗൗരിയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അവർ ഉറപ്പായിട്ടും ഇവിടെ എത്തും എന്ന് പിങ്കി പറയുന്നുണ്ട്. അങ്ങനെ നന്ദമോൻ റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പിങ്കിയോട് പറയുകയാണ്, അമ്മ ഫോണിങ് തന്നേ ഞാൻ അവരെ വിളിക്കട്ടെ എന്ന്. എന്നിട്ട് നന്ദമോൻ വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ എടുക്കുന്നത് നന്ദയാണ്. നന്ദ ഫോൺ എടുത്തിട്ട് ചോദിക്കുവാണ്, എന്താ നന്ദമോനെ, എന്താ വിളിച്ചേ? എന്നിട്ട് നന്ദമോൻ പറയുകയാണ്, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാര്യം ഞാൻ ആൻറ്റിയോട് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞായിരുന്നു, പിന്നെ അമ്മ പറഞ്ഞു, പപ്പ പറഞ്ഞു, എന്നിട്ട് എന്താ നിങ്ങൾ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട് നന്ദമോൻ. എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇവിടേക്ക് എത്താത്തതെന്ന് നന്ദയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദ പറയുന്നുണ്ട്, മോനെ ആൻറ്റിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അത് ആൻറ്റി അങ്ങോട്ടേക്ക് വരാത്തതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദമോൻ പറയുകയാണ്, അതൊന്നുമല്ല, ആൻറ്റിക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല, എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഗൗരിയെങ്കിലും ഇങ്ങോട്ടേക്ക് വിടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നന്ദ തന്നെ പറയുകയാണ്, എങ്കിൽ ഗൗരി മോളെ പപ്പയോടൊപ്പം അയക്കാം, പപ്പ തന്നെ തിരിച്ചുകൊണ്ട് വിട്ടാൽ മതിയല്ലോ, മോന് സന്തോഷമായോ എന്ന് നന്ദ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദമോൻ പറയുകയാണ്, സന്തോഷമായ ആൻറ്റി, പക്ഷേ ഗൗരിയോ അല്ലെങ്കിൽ ആൻറ്റിയോ ഈ ഫംഗ്ഷൻ എത്തിയില്ലെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് സന്തോഷമായി, ഗൗരി മോളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് നന്ദമോൻ. എന്നിട്ട് ഫോൺ വയ്ക്കുവാണ് നന്ദകുട്ടൻ. പിന്നെ കാണിക്കുന്നത് ഗൗതത്തിനെയാണ്. നന്ദ ഈ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഗൗതത്തിന് സന്തോഷമാകുന്നുണ്ട്. ഗൗതം വിളിച്ചിട്ടും വരാതിരുന്ന അതാണ് നന്ദയും ഗൗരിമോളും. ആ സമയത്ത് നന്ദമോൻ വിളിച്ചപ്പോൾ നന്ദ സമ്മതിക്കുന്നത് കണ്ടപ്പോൾ ഗൗതത്തിന് സന്തോഷമായി. എന്നിട്ട് പിങ്കി ചോദിക്കുവാണ്, എന്താ മോനെ പറഞ്ഞതെന്ന് ഡോക്ടർ ആൻറ്റി. ആ സമയത്ത് പറയുവാണ് നന്ദമോൻ, ആൻറ്റി വരില്ല, ഗൗരിമോളെ ഇങ്ങോട്ടേക്ക് അയക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിങ്കി ചോദിക്കുകയാണ്, മോനിപ്പോൾ സന്തോഷമായെന്ന് ചോദിക്കുമ്പോൾ നന്ദമോൻ പറയുകയാണ്, എനിക്ക് ഒത്തിരി സന്തോഷമായ അമ്മയെന്ന് പറയുന്നുണ്ട്. എങ്കിലും പിങ്കിക്ക് വിഷമമുണ്ട് നന്ദ ഇവിടേക്ക് എത്താത്തതിൽ. അവരെ വിവാഹാഘോഷമൊക്കെ നന്ദയെ കാണാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് ഗൗതത്തിനാണ്. ഗൗതം പറയുകയാണ്, ഏതായാലും സന്തോഷമായി, എന്തായിരുന്നാലും ഗൗരിമോളെങ്കിലും എന്തായാലും എനിക്ക് സന്തോഷമായി, ഗൗരിമോളെ എന്നോട് അയക്കുന്നല്ലോ നന്ദ എന്ന് പറഞ്ഞ്. ആ സമയത്ത് നന്ദ പറയുകയാണ്, വേറൊന്നും ചിന്തിച്ചിട്ടല്ല, ആ കുഞ്ഞിൻ്റെ മനസ്സ് കണ്ടിട്ടാണ്, മനസ്സ് വേദനിക്കരുത് എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഗൗരി അങ്ങോട്ടേക്ക് അയക്കുന്നതെന്ന് ഗൗതത്തിനോട് പറയുന്നു. അതിനുശേഷം ഗൗതം പറയുകയാണ്, ഞാൻ തന്നെ ഇത് ഗൗരിമോളോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഗൗരിമോളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഗൗതം. വേണ്ടാന്ന് നന്ദ പറയുന്നെങ്കിലും അതിനു മുമ്പേ ഗൗതം ഗൗരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോള് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുവാണ്. ആ സമയത്ത് ഗൗതം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഗൗരിമോൾ ചോദിക്കുവാണ് ഗൗതത്തിനോട്, അങ്കിളെങ്കിലും പറയുമോ ഒന്ന് അമ്മയോട്, എന്നെ ഒന്ന് ഈ ഫംഗ്ഷന് വിടാൻ വേണ്ടിയിട്ട്, എനിക്ക് നന്ദമോനെ കാണാൻ കൊതിയാകുന്നു. നന്ദമോൻ എത്ര തവണ എന്നെ വിളിച്ചെന്നറിയാമോ, അമ്മ സമ്മതിക്കുന്നില്ല. പക്ഷേ നന്ദമോന് കൊടുക്കാനായിട്ട് എൻ്റെ ഡ്രോയിങ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നു, ഗിഫ്റ്റ് വെച്ചിരിക്കുന്നു, ഇതെല്ലാം എനിക്ക് കൊടുക്കണം നന്ദമോന്, എനിക്ക് അവിടേക്ക് പോകണമെന്ന് ഗൗരിമോള് പറയുന്നുണ്ട്. ആ സമയത്ത് ഗൗതം പറയുകയാണ്, മോള് വിഷമിക്കുകയെന്ന് വേണ്ട, മോളുടെ അമ്മ സമ്മതിച്ചു, മോളെ കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഗൗരിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഗൗരി ചോദിക്കുവാണ്, ആണോ, അമ്മ സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗൗരിമോൾ അപ്പോൾ പറയുകയാണ്, ആണോ, അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാമേ, ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഗൗതത്തിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, അങ്കിളെ ഇതെങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കൊള്ളാവോ, എനിക്ക് ചേരുന്നുണ്ട് എന്നൊക്കെ ഗൗതത്തിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം ഗൗതം പറയുകയാണ്, ഡ്രസ്സ് കൊള്ളാം, പക്ഷെ മോളുടെ മുടി ഇങ്ങനെ കെട്ടി കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് മോളുടെ മുടി ചീകി നല്ല ഇതായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മോളൊരു ചീപ്പ് എടുത്തിട്ട് വാ, അങ്കിള് തന്നെ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് ഗൗരി അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. മോളൊരു ചീപ്പ് എടുത്ത് ഗൗതത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം നല്ല രീതിയിൽ മുടി ഒഴിച്ചിട്ട് നല്ല മോഡൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, മുടി അഴിച്ചിടാമെന്ന്.
ആ സമയത്ത് പറയുവാണ് അത് സിമ്പിൾ അല്ലേ എന്ന്, പക്ഷെ നല്ല പവർഫുള്ളാന്ന്, മോളെ കാണാൻ അപ്പോഴാ ഭംഗിയെന്ന് ഗൗതം പറയുന്നുണ്ട്. മുടിയൊക്കെ കെട്ടിയിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നന്ദയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും സ്വന്തം മകൾക്കാണല്ലോ ഇങ്ങനെ തലമുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നതെന്ന് ഓർത്താകണം നന്ദ വിഷമിക്കുന്നത്. മുടിയെല്ലാം കെട്ടിയിട്ട് ഗൗതം പറയുകയാണ് നമുക്കിനി പോകാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഗൗരി മോൾ ഗിഫ്റ്റ് എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത്. എന്നിട്ട് ഗൗതം പറയുകയാണ് എങ്കിൽ അതുകൂടെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് മോള് ഗിഫ്റ്റ് എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഗൗരി മോള് നന്ദയോട് പറയുന്നുണ്ട് അമ്മ എൻ്റെ പഞ്ചാര അമ്മ എന്നെ പോകാൻ സമ്മതിച്ചല്ലോ എന്ന്. അപ്പോൾ നന്ദ പറയുന്നുണ്ട് നിൻ്റെ ഷോപ്പിംഗ് ഒന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദ പറയുവാണ് അവിടെ പോയി കുസൃതിയൊന്നും കാണിക്കരുതെന്ന്. അപ്പോൾ ഗൗരിമോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് പൊയ്ക്കോളാൻ പറയുന്നു. എന്നിട്ട് ഗൗരിമോൾ ചോദിക്കണം അമ്മയ്ക്ക് എൻ്റെ ഉമ്മ വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഗൗതത്തിനോടൊപ്പം പോരുകയാണ്. മോള് അങ്ങ് ഗൗതത്തിനോട് പോയി കഴിയുമ്പോഴത്തേക്കും നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആകുന്നുണ്ട്. മോളുടെ അച്ഛൻ്റെ കൂടെയാണ് പോയതെങ്കിലും നന്ദയ്ക്ക് ഒരു വിഷമമൊക്കെ ഉണ്ട് ഗൗരിമോള് പോയതുകൊണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നന്ദയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഇന്ദീവരമാണ്. പിന്നെ മഹേശ്വരൻ ചോദിക്കുന്നുണ്ട് ഇത്രയും നേരമായിട്ടും ഫംഗ്ഷൻ തുടങ്ങിയില്ലേന്ന്. ആ സമയത്ത് മോഹിനി പറയുകയാണ് അയ്യോ അങ്ങനെ തുടങ്ങാനൊന്നും പറ്റത്തില്ല, ഇവിടെ വേറൊരാളൂടെ വന്നാലേ ഫംഗ്ഷൻ തുടങ്ങുള്ളൂ. ഇവിടെ വേറൊരാൾ എത്തിയാലേ നന്ദു ഫംഗ്ഷന് പങ്കെടുക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുവാണെന്ന് മോഹിനി പറയുന്നുണ്ട്. അതുകൊണ്ട് നന്ദയുടെ കാല് പിടിക്കാൻ വേണ്ടി ഗൗതം പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് മഹേശ്വരൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയം ജഗന്നാഥന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നാണം കെട്ട ഒരു പരിപാടിയല്ലേ എന്ന്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അപ്പോൾ പവിത്ര പറയുന്നുണ്ട് അതിന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പിങ്കി ചേച്ചിയും ഗൗതം ഏട്ടനും അല്ലേ എന്ന്. എന്നിട്ട് ആ സമയം മോഹിനി പറയുന്നുണ്ട് അവരൊന്നുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നന്ദമോന. എന്നിട്ട് മോഹിനി പറയുന്നുണ്ട് ഇവിടുത്തെ രക്തബന്ധം ഇവിടുത്തെ അവകാശിയാണെന്ന് അവൻ്റെ വിചാരം, അതൊന്നും അല്ലാന്ന് അവൻ അറിയത്തില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പവിത്രയുടെ കുഞ്ഞ് വന്നതിന് ശേഷം ഈ രീതിയിലുള്ള ഏർപ്പാടൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. രക്തബന്ധത്തിലുള്ള ഒരു അവകാശി വന്നു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഈ കളിക്കൊന്നും ഞാൻ നിന്ന് തരത്തില്ല എന്ന് മോഹിനി പറയുന്നുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കിയ കൊള്ളാമെന്ന് മോഹിനി പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് പവിത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ട്. ആ സമയത്ത് പവിത്ര പറയുകയാണ് ആ കാര്യം അവിടെ നിൽക്കട്ടെ എന്ന്, അവർ വന്നാലല്ലേ ഫംഗ്ഷനുള്ളൂ, അല്ലെങ്കിൽ ഫംഗ്ഷൻ കാണത്തില്ലേ എന്ന് പവിത്ര ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗൗരിമോളും ഗൗതവും കൂടെ ഇന്നേരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഗൗരിമോൾക്ക് ഇത്രയും വലിയ വീടാണോ എന്നൊക്കെ നോക്കി അതിശയപ്പെട്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഗൗതം അടുത്തേക്ക് വന്നപ്പോൾ ഗൗരിമോൾ ചോദിക്കുവാണ് അമ്മയെ കൂടെ കൊണ്ടുവരായിരുന്നു അല്ലേ അങ്കിളെ എന്ന് ചോദിക്കുന്നു. അല്ലേ അങ്കിളെ എന്ന് ഗൗരിമോൾ ചോദിക്കുന്നു. അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് അതെന്താ മോളെ എന്ന്. സമയത്ത് ഗൗരിമോൾ പറയുകയാണ് എൻ്റെ അമ്മ ഇത്രയും വലിയ വീടൊന്നും കണ്ടിട്ടില്ല എന്ന്. ഈ വീട്ടിലോട്ട് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അമ്മ പറഞ്ഞേനെ നീ ഈ വീട്ടിൽ നിന്നും പോകുന്നില്ല എന്ന്, ഇവിടെ തന്നെ താമസിക്കാമെന്ന് അമ്മ പറഞ്ഞേനെ എന്ന് പറയുമ്പോഴത്തേക്കും ഗൗതം ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ഗൗതം ഇങ്ങനെ ലാസ്റ്റ് ദിവസം നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ഗൗതം മനസ്സിലിങ്ങനെ പറയുവാണ് ഈ വീടും ഈ അങ്കിളിനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് നന്ദ എന്ന്. ഈ വീടും എന്നെയും വിട്ടിട്ട് ഇവിടെ നിന്ന് പോയതാണ് മോളുടെ അമ്മ, അത് മോൾക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഗൗരിമോള് പറയുകയാണ് എന്താ അങ്കിളെ വാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് നന്ദുവിനെ കാണാൻ കൊതിയാകുന്നു. സമയം ഗൗതം പറയുകയാണ് ആ പോകാമെന്ന്. രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ഈ സമയം പിങ്കിയും നന്ദുമോനെയും ആണ് കാണിക്കുന്നത്. നന്ദുമോനാണെങ്കിൽ ഗൗരി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുവാണോ. ആ സമയം പിങ്കി വന്നിട്ട് വാ മോനെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഗൗരിക്കുട്ടി വരട്ടെ എന്നിട്ട് ഞാൻ വന്നോളാം എന്ന് നന്ദുമോൻ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഗൗരി അകത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ആ സമയം നന്ദുമോൻ ചോദിക്കുവാണ് നീ എന്നെ പറ്റിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് നന്ദുമോൻ പറയുമ്പോഴത്തേക്ക് ഗൗരിമോള് പറയുകയാണ് അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറ്റിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന്, ഞാൻ വന്നില്ലേ. എന്നിട്ട് ഗൗരിമോള് പറയുകയാണ് നന്ദുമോൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇത് ഗൗരി ചോദിക്കുവാണ് നന്ദുമോനാണോ ഞാൻ ആ ഗിഫ്റ്റ് തരേണ്ടത് ആൻറ്റിക്കും അങ്കിളിനാണോ കൊടുക്കേണ്ടതെന്ന്. ആ സമയത്ത് നന്ദുമോൻ പറയുകയാണ് അവരുടെ അല്ലേ വെഡിങ് ആനിവേഴ്സറി അവർക്ക് തന്നെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത്
ഗൗതം പറയുകയാണ് ഇത്രയും വാശി പിടിച്ച് ഇവിടേക്ക് ഗൗരിമോളെ കൊണ്ടുവന്നത് നന്ദമോനല്ലേ, അതുകൊണ്ട് നന്ദമോൻ തന്നെ ഗിഫ്റ്റ് എടുത്തുവെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പിങ്കി പറയുകയാണ് ഇനി ഇവിടെയൊന്നും നിൽക്കണം, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അകത്ത് പോയി സോഫയിലിരിക്കുവാണ്. അങ്ങോട്ടേക്ക് ലക്ഷ്മിയും വലിയമ്മയും എല്ലാവരുമായിട്ട് വരുന്നുണ്ട്. ആ സമയം നന്ദമോൻ പറയുകയാണ് നല്ല മിടുക്കിയ ഗൗരിക്കുട്ടി, ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു പടമൊക്കെ വരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ആ സമയത്ത് വലിയമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വലിയമ്മ പറയുകയാണ് ഉറപ്പായിട്ട് സാമർഥ്യമൊക്കെ കാണുമല്ലോ, എല്ലാ സാമർഥ്യവും തികഞ്ഞ നന്ദമോളുടെ ഡോക്ടറല്ലേ എന്ന് വലിയമ്മ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗൗരിമോൾക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും നന്ദമോൻ അവിടെ നിൽക്കുന്ന എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നന്ദമോൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് എൻ്റെ അച്ഛമ്മ എന്നൊക്കെ, ഇതെൻ്റെ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് നമസ്കാരം കൊടുക്കുന്നൊക്കെ നന്ദമോൻ പറഞ്ഞത് കേട്ട് ഗൗരിമോൾ എണീറ്റ് നിന്ന് നമസ്കാരം പറയുമ്പോഴത്തേക്ക് അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് നന്ദമോൻ ചോദിക്കുവാണ് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. നമസ്കാരം പറഞ്ഞാൽ തിരിച്ചു പറയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദമോൻ. തിരിച്ച് നമസ്കാരം പറ മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട് നന്ദമോൻ. അങ്ങനെ നിവൃത്തിയില്ലാത്തോട്ട് രണ്ടുപേരും ഒരു വളിച്ച് നമസ്കാരം കൊടുക്കുന്നുണ്ട്. ഗൗരിമോള് നമസ്കാരം പറയുമ്പോഴത്തേക്ക് അച്ഛമ്മ നമസ്കാരം മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് ചോദിക്കുവാണ് നീ എന്തിനാ നമ്മളെ അച്ഛമ്മ മുത്തശ്ശി എന്നൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവര്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗൗരിമോള് ചോദിക്കണം അതെന്താ, നന്ദമോൻ്റെ അച്ഛമ്മയും മുത്തശ്ശിയല്ലേ, അപ്പോൾ ഞാനും അങ്ങനെ വിളിച്ചതിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. ആ സമയം അവർ പറയണം അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. ഏതായാലും വീടെല്ലാം കാണിച്ചു തരാമെന്നും പറഞ്ഞ് നന്ദമോൻ ഗൗരിമോളെയും കൂട്ടി എല്ലായിടത്തും പോകുന്നുണ്ട്. അന്നേരം പിങ്കി ചോദിക്കുവാണ് ഗൗതത്തിനോട് നന്ദ വന്നില്ല അല്ലേ എന്ന്. ആ സമയം ഗൗതം പറയുകയാണ് ഇല്ല എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിങ്കി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് വലിയമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് വലിയമ്മ ലക്ഷ്മിയോട് ചോദിക്കുവാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തത് നന്ദയെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ലക്ഷ്മി പറയുകയാണ് നമുക്ക് എന്തെങ്കിലും വേറെ മാർഗം നോക്കാമെന്ന് പറയുന്നു. ഈ സമയം നന്ദ ഭയങ്കര ടെൻഷനിൽ ആ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. ആ സമയം അങ്ങോട്ടേക്ക് നിർമ്മൽ വരികയാണ്. നിർമ്മൽ ചോദിക്കുകയാണ് മോളെന്തേ. ആ സമയം നന്ദ പറയുകയാണ് മോളെ അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയെന്ന്. സമയം നിർമ്മൽ ചോദിക്കുവാണ് അതെന്തിനാ. അങ്ങനെ നന്ദ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആ സമയത്ത് നിർമ്മൽ പറയുകയാണ് എന്തായാലും നല്ല കാര്യം തന്നെയാ അത്, ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ സ്വന്തം മോളായിട്ട് തന്നെ ഗൗരിമോളെ കണ്ടേനെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചു പോയില്ലെന്ന് നിർമ്മൽ പറയുന്നുണ്ട്. ആ സമയത്ത് പിങ്കി പറയുകയാണ് എന്നും നമ്മുടെ ജീവിതത്തിൽ പിങ്കി ഒരു നിഴലായിട്ടുണ്ടായിരുന്നു, അവസാനം അവൾ തന്നെ എൻ്റെ ഗൗതം സാറിനെയും സ്വന്തമാക്കിയിരിക്കുന്നു, അവകാശം നേടിയെടുക്കുകയും ചെയ്തു അവളെന്ന് വിഷമിച്ചിങ്ങനെ പറയുന്നുണ്ട് നന്ദ. എന്നിട്ട് നിർമ്മൽ പറയുകയാണ് ആ സാരമില്ല, എന്തായിരുന്നാലും അച്ഛനെന്ന് അറിയാതെ തന്നെ നിർമ്മലേട്ടൻ ഗൗരിമോളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സ്നേഹം കിട്ടുന്നത് നല്ലതല്ലേ നന്ദ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദയെ. എന്നിട്ട് നന്ദ പറയുന്നുണ്ട് ഗൗതം സാറിനോടൊപ്പം മോളെ അയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത് അബദ്ധം പറ്റിയല്ലോ എന്ന്. എന്നോടുള്ള ദേഷ്യം ആ വീട്ടിലുള്ളവർ അവളോട് തീർക്കുമെന്ന് നന്ദ പറയുന്നു. അങ്ങനെ മോളോട് കാണിച്ചാൽ എന്ത് ചെയ്യുമെന്ന് നന്ദ ചോദിക്കുന്നുണ്ട് നിർമ്മലിനോട്. ആ സമയം നിർമ്മൽ പറയുവാണ് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന്, ഗൗതമേട്ടൻ അവിടെ ഇല്ലേ, ഗൗതമേട്ടൻ നോക്കിക്കോളൂ എന്ന് നിർമ്മൽ പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ് എൻ്റെ കണ്ണെത്തുന്നത് പോലെ ഗൗതം സാറിൻ്റെ കണ്ണ് എല്ലായിടത്തും എത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എത്തില്ല, അതോർത്ത് എനിക്ക് ടെൻഷനാണെന്ന് നന്ദ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വലിയമ്മയും മോഹിനിയും ലക്ഷ്മിയുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും നന്ദയെ എവിടേക്ക് എത്തിക്കണം, എന്നിട്ട് ഈ ഫംഗ്ഷൻ എല്ലാം അവളെ കൊണ്ട് കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ട് അവളുടെ മനസ്സങ്ങ് ഉരുകണം ഇങ്ങനെ പറയുകയാണ് വലിയമ്മ. ഇതിനുള്ള ഒരു കാര്യം കണ്ടുപിടിക്കണമെന്ന് വലിയമ്മ പറയുന്നുണ്ട്. ആ സമയം മോഹിനി പറയുന്നുണ്ട് ഏത് പെണ്ണായിരുന്നാലും സ്വന്തം ഭർത്താവിൻ്റെ വെഡിങ് ആനിവേഴ്സറി കാണുമ്പോഴത്തേക്ക് അവളുടെ മനസ്സിൽ നിന്ന് തന്നെ അങ്ങ് മാറ്റിക്കളയും, അതിനു വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം പറയുവാണില്ല വലിയമ്മ ഞാനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. ഫംഗ്ഷൻ തുടങ്ങാറാകുമ്പോൾ ആ പെണ്ണിനെ കൊണ്ട് നന്ദയെ വിളിപ്പിക്കണമെന്ന്, എന്നിട്ട് ഇതെല്ലാം അവളെ കാണിക്കണമെന്ന്, വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് ഉരുങ്ങി തീരട്ടെ, ഇത് കണ്ട് അവൾ ഉരുകി തീരട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം മോഹിനി പറയുവാണ് എങ്ങനെ വിളിക്കണേ, ആ പെണ്ണിന്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലല്ലോ എന്ന്. ആ സമയം വലിയമ്മ പറയുവാണ് 24 മണിക്കൂർ നന്ദമോൻ വിളിക്കുന്ന ആ നമ്പർ ഉണ്ടല്ലോ അതിലേക്ക് വിളിക്കാന്ന് പറയുന്നു. വിളിച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാന്ന് വലിയമ്മ പറയുന്നുണ്ട്. ആ സമയം പ്രത്യേകം പറയുന്നുണ്ട് വലിയമ്മ എല്ലാവരും നല്ല രീതിയിൽ നിൽക്കുന്നത് അവൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം മോഹിനി പറയുവാണ് അത് ഞാൻ ഏറ്റു, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കുട്ടികൾ രണ്ടുപേരും സംസാരിച്ച് ഇങ്ങോട്ട് വരികയാണ്. ആ സമയം നന്ദമോൻ പറയുന്നുണ്ട് എൻ്റെ അമ്മയും പപ്പയും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഇറങ്ങി വരുമെന്ന് പറയുന്നു. എന്നിട്ട് വലിയമ്മ മോഹിനിയെ പറഞ്ഞു വിടുന്നു
ആ സമയം മോഹിനി ഗൗരി മോളോട് അടുത്ത് വന്നിട്ട് അമ്മ വന്നില്ലല്ലോ ഫംഗ്ഷൻ, അതുകൊണ്ട് മോൾ ഒന്ന് അമ്മയെ വിളിക്കാൻ, അമ്മയെ നമുക്കൊന്ന് വിളിച്ച് ഇവിടെ നടക്കുന്നതെല്ലാം വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗൗരിമോൾ പറയുകയാണ് അത് നല്ല ഐഡിയ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഏതായാലും നന്ദമോന്റെ ഫോണിൽ നിന്ന് അവർ വിളിക്കുകയാണ് നന്ദയെ. ഈ സമയം ഫോൺ എടുത്തു നോക്കുന്നുണ്ട് നന്ദ. അപ്പോൾ അവർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നന്ദയ്ക്ക് അറിയില്ലായിരുന്നു. ആ സമയം കറക്റ്റ് ഗൗരിമോള് പറയുകയാണ് അമ്മേ ഇപ്പോൾ ഇറങ്ങി വരും നന്ദമോൻ്റെ അച്ഛനും അമ്മയെന്ന് പറയുന്നുണ്ട്. ഇത് വലിയ വീടാ, ഞാൻ അമ്മയ്ക്ക് ഇവിടെ എല്ലായിടം കൊണ്ട് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അമ്മ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുകയാണ് നന്ദയ്ക്ക് ഗൗരിമോള് പിങ്കിയും ഗൗതമും സ്റ്റെപ്പ് വഴി ഇറങ്ങി വരുന്നത്. ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോഴത്തേക്ക് നന്ദയ്ക്ക് സങ്കടമാകുന്നുണ്ട്. എന്നിട്ട് പിങ്കിയും ഗൗതമും ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഗൗരിമോള് പറയുകയാണ് ഇന്ന് ആൻറ്റിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. ആ സമയത്ത് നന്ദമോൻ പറയുകയാണ് എൻ്റെ പപ്പയാണ് ഭംഗിയെന്ന്. ആ സമയം നന്ദമോനും പറയുന്നുണ്ട് പപ്പയും സുന്ദരനാണെന്ന്. ആ സമയം മോളോട് പിങ്കി പറയുന്നുണ്ട് അത് ആൻറ്റി ഇത്ര ഭംഗി അങ്കിളിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാന്ന് പിങ്കി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നത് നന്ദയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് മോഹിനി കണ്ണ് കാണിക്കുന്നതിനനുസരിച്ച് വലിയമ്മ പോയി ആ വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് പവിത്ര വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ നിന്നാൽ മതിയോ, കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന്. ആ സമയം നന്ദമോഹൻ പറയുന്നുണ്ട് വാ ഗൗരി കേക്ക് കട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. ആ സമയം വലിയമ്മ പറയാം മോനെ നീ ഇവളെയൊക്കെ വിളിക്കുന്നതെന്ന്. ആ സമയത്ത് പറയുകയാണ് നിന്റെ അച്ഛനമ്മയും മാത്രമാണ് ഇത്, അല്ലാതെ ഇവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ എന്തിനാ മോൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ ആര് വിളിച്ചിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നന്ദ ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ നന്ദയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ഫോണിലൂടെ നന്ദ വിളിക്കുന്നുണ്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയം ഗൗരിമോള് പറയുകയാണ് ഞാൻ വന്നത് നന്ദമോൻ വിളിച്ചിട്ടാണെന്ന്. അപ്പോൾ പറയുകയാണ് ആരെങ്കിലും വിളിക്കാൻ കാത്തിരിക്കും, നിനക്കൊന്നും നാണയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ വലിഞ്ഞു കയറി വന്നവർക്കുള്ള ഫംഗ്ഷൻ ഒന്നും അല്ലെന്ന് പറയുന്നുണ്ട്. ഇവിടെ നന്ദമോന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമുള്ള വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചേർച്ചയുള്ള ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ എതിരെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊരു 100 വർഷം ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നൊക്കെ പറയും. അതിനുശേഷം ലക്ഷ്മിയും പറയുന്നുണ്ട് എൻ്റെ മക്കളും 100 വർഷം ജീവിക്കണം ഇതുപോലെ എന്നൊക്കെ ലക്ഷ്മിയും പറയുന്നുണ്ട്. ഇങ്ങനെ ആശംസിച്ചിട്ട് അവരിടയ്ക്ക് ക്യാമറയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്, അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. മോൾക്ക് ഇതെല്ലാം കേട്ട് ആകെ സങ്കടവും വിഷമമൊക്കെ ആകുന്നുണ്ട്. വിഷമിച്ച് പോകുന്ന മോളെ കാണിക്കുന്നുണ്ട്. ഇതൊട്ടും നന്ദയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മോളെ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുന്ന നന്ദയാണ് കാണിക്കുന്നത്. കോള് കട്ട് ചെയ്തിട്ട് ഉറപ്പായിട്ട് നന്ദ ഇന്നീവരത്തിലേക്ക് പോകുന്നത് മോളെ വിളിക്കാനായിട്ടായിരിക്കും. അന്നേരം ഗൗതം എല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്, ഒന്നും പ്രതികരിക്കാതെ. ഈ സംസാരം എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ മുഖം വെറുപ്പിച്ച് നിൽക്കുന്ന ഗൗതത്തിനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്.